ഗോവിന്ദ, നീ ഗോപി പറഞ്ഞ കേട്ടില്ലേ? ഇപ്പൊ 8 എണ്ണായിന്ന്. അയ്യോ, ഓരോന്നോരോന്നായി വീണുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ എന്താടാ ചെയ്യണ്ടേ? എവിടെ എന്റെ പശുക്കള്? എനിക്ക് അവൻ ചത്ത് കിടക്കുന്നത് കാണാൻ വയ്യ. എന്നാലും പോയി ഒന്ന് കാണണ്ടേ? ബാല, വേണ്ട ബാല, ബാലിനിപ്പോ പോണ്ട. ബാലിനെ കാഴ്ച കാണാൻ പറ്റില്ല. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ബാലിന് ഇവിടെ കിടന്ന് നിക്ക്. ചത്ത് കിടക്കുന്ന ബാലിന്റെ പശുക്കളെ കണ്ട എന്റെ ബാലിന്റെ ഹൃദയം പൊട്ടിപ്പോവും. ആ കാഴ്ച ബാലിന് താങ്ങില്ല. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അവരെ ചെന്ന് കണ്ടേ പറ്റൂ. അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എനിക്ക്. ഡോക്ടർമാരിപ്പോ വരും, അവരൊന്നും നോക്കട്ടെ. അതുവരെ ബാലിന് ഇവിടെ നിക്ക്. അങ്ങനെ മാറി നിന്നാ പറ്റില്ല. എനിക്ക് എന്റെ പശുക്കളെടുത്ത് പോണം. പോയേ പറ്റൂ. മോനെ, മോനെ മോനെ, കാര്യങ്ങളൊക്കെ ചാരുമോള് പറഞ്ഞില്ലേ? ആരോ വിഷം കൊടുത്തതാടാ, കൊന്നു കളഞ്ഞടാ. വാ, നമുക്കൊന്ന് പോയി നോക്കിട്ട്. വേണ്ട, ബാലിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ആ മിണ്ടാപ്രാണികളെ ചത്ത് കിടക്കുന്ന കാഴ്ച ബാലെ കാണണ്ട. അതിവന് സഹിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗോവിന്ദ? ഇതാരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണ്ടേ? ശരിക്കും എന്താ കുടിക്കാനായി തൊട്ടിയിൽ വെള്ളം കലക്കിട്ടേക്കുമായിരുന്നു. അതിലാരോ വിഷം കലർത്തി. അഴിച്ചു വിട്ടുടനെ എല്ലാവരും വന്ന് ആർത്തിയോടെ വെള്ളം കുടിക്കുകയും ചെയ്തു. തിരിച്ച് പാമ്പ് കയറി ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. എന്നെ വിട്ട് എന്റെ പശുക്കളെ കാണട്ടെ. വേണ്ട ബാല, ബാല പോണ്ട. എനിക്ക് കാണണം. ഈ വെള്ളത്തിലാ, ഈ വെള്ളത്തിൽ തന്നെ വിഷം കലർത്തിയത്. ഗോവിന്ദ, പാവം പശുക്കളുടെ വെള്ളത്തിലാ വിഷം കലർത്തിയത്. കണ്ണിച്ചോരയില്ലാത്ത ഈ പണി കാണിച്ച ആരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. കണ്ടുപിടിക്കണം. ഗോവിന്ദ, ഇന്ന് അന്യരാരെങ്കിലും നമ്മുടെ ഫാമിലേക്ക് വന്നിരുന്നോ? പറ ഗോവിന്ദ, പുറത്തുനിന്ന് ആരെങ്കിലും വന്നോന്ന്? അത് പിന്നെ ആരെങ്കിലും വന്നോന്ന് ചോദിച്ചാ എന്താ പറയാമെന്ന് പറ. ഇവിടെ പുതുതായിട്ട് ആരെങ്കിലും വന്നോന്ന് പറയാൻ. പറ ഗോവിന്ദ മാമേ, ഗോവിന്ദ മാമ ആരെങ്കിലും കണ്ടോ? ശ്രേയമോളും അരവിന്ദ് പോലും എന്നോട് വന്നിരുന്നു. ഇത്രയും കാലം അവരൊരുമിച്ച് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അവര് പശുമാമലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അവര് വന്നു പോയതിനു ശേഷം പശുക്കൾക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓരോന്നോരോന്നായി കുഴഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അരവിന്ദ് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ശ്രേയ, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവൾ ചെയ്യും. അയ്യോ ബാലമാമ, വെറുതെ ആരെയും സംശയിക്കല്ലേ. ശ്രേയ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ മിണ്ടായിരിക്കും മോളെ. എനിക്കൊരു സംശയവുമില്ല. എന്റെ പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ വിഷം കലർത്തിയത് അവള് തന്നെയാ, ശ്രേയ തന്നെയാ. അതെന്തായാലും നന്നായി. ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പോലും അറിയാതെ മറ്റൊരാളുടെ തലയിൽ ചെന്ന് വീണല്ലോ. ഞാൻ രക്ഷപ്പെട്ടു. മോളെ, ഇത് നിസ്സാര കേസല്ല. നാൽക്കാലികൾക്ക് വിഷം കൊടുത്ത കേസാ. എന്റെ പാവം പശുക്കളെ കൊന്നു കളഞ്ഞത്
ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ പശുക്കളെ കൊന്നു കളഞ്ഞത്. എനിക്കിനി ഒന്നും നോക്കാനില്ല. മോളെ, ഈ വെള്ളത്തിന് കുറച്ച് സാമ്പിൾ എടുക്ക്. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോ. ഗോവിന്ദ, നീയും കൂടി ചെല്ല്. എന്നിട്ടൊരു പരാതി എഴുതി കൊടുക്ക്. ചെല്ല്.